നമസ്കാരം. ഒറ്റയടിക്ക് 156 ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുകയാണ്. കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമുള്ള 156 ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്കായുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ടെൻഡർ HAL-ന് നൽകിക്കഴിഞ്ഞു. സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന നീക്കത്തിലാണ് പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 156 ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള ടെൻഡർ നൽകിയത്. ആത്മനിർഭരതയിലേക്കുള്ള കൂടുതൽ മുന്നേറ്റത്തിന്റെ സൂചന തന്നെയാണിത്. സായുധ സേനയുടെ യുദ്ധശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിലുള്ളത്. 156 ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളിൽ 90 എണ്ണം കരസേനയ്ക്കും ശേഷിക്കുന്ന 66 എണ്ണം ഇന്ത്യൻ വ്യോമസേനയ്ക്കും വേണ്ടിയാണ് എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. 2023 നവംബർ 30 നടന്ന യോഗത്തിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ കരസേനയ്ക്കും IAF-നും വേണ്ടിയുള്ള മൾട്ടി റോൾ കോക്പിറ്റ് LCH വാങ്ങുന്നതിന് സ്വീകാര്യത അംഗീകരിച്ചതിനു ശേഷമാണ് ഈ നീക്കം. LCH അതായത് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് വലിയ കരുത്ത് നൽകുമെന്ന് ഉറപ്പാണ്. 16,400 അടി ഉയരത്തിൽ പറന്നുയരാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ആക്രമണ ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ് എന്നറിയപ്പെടുന്ന LCH. ഇത് സിയാച്ചിൻ ഹിമാനിയുടെയും കിഴക്കൻ ലഡാക്കിന്റെയും ഉയർന്ന പ്രദേശങ്ങളിലെ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായവയാണ്. അതേപോലെ തന്നെ വായുവിൽ നിന്ന് ഭൂമിയിലേക്കും മറ്റ് ലക്ഷ്യങ്ങളിലേക്കുമുള്ള മിസൈലുകൾ തൊടുത്തുവിടാനും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാനും കഴിയും. ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുടെ ഭാഗമായി മേക്ക് ഇൻ ഇന്ത്യയിലൂടെ പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഉദ്ദേശത്തിന് സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് എന്നതിന്റെ തെളിവായി തന്നെ ഇതിനെ കാണണം. ഈ വർഷം ആദ്യം പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 65,000 കോടിയുടെ ഇന്ത്യൻ നിർമ്മിത 97 LCA മാർക്ക് 1A യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ടെൻഡർ നൽകിയിരുന്നു. അതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും 5000 മീറ്റർ ഉയരത്തിൽ ഗണ്യമായ തോതിൽ ആയുധങ്ങളും ഇന്ധനവുമായി ഇറങ്ങുവാനും പറന്നുയരാനും കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ആക്രമണ ഹെലികോപ്റ്ററാണ് നമ്മൾ ഈ പറഞ്ഞ LCH. അത് വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. റഡാർ സിഗ്നേച്ചർ താഴ്ത്താൻ ഹെലികോപ്റ്ററിന് റഡാർ ആഗിരണം ചെയ്യാവുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കാര്യമായ ക്രാഷ് പ്രൂഫ് ഘടനയും ലാൻഡിംഗ് ഗിയറും ഉണ്ട്. അതേപോലെ തന്നെ ശത്രു റഡാറുകളിൽ നിന്നോ ശത്രു മിസൈലുകളുടെ ഇൻഫ്രാറെഡ് തിരയുന്നവരിൽ നിന്നോ ഹെലികോപ്റ്ററിനെ സംരക്ഷിക്കുന്ന ഒരു കൗണ്ടർ മെഷർ ഡിസ്പെൻസിംഗ് സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. 99 കാർഗിൽ യുദ്ധകാലത്താണ് ഇന്ത്യൻ യുദ്ധഭൂമിയിലെ എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായ ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററിന്റെ ആവശ്യം ആദ്യമായിട്ട് തോന്നിയത്. അത് അർത്ഥമാക്കുന്നത് വളരെ ചൂടുള്ള മരുഭൂമികളിലും വളരെ തണുത്ത പ്രദേശങ്ങളിലും കലാപവിരുദ്ധ സാഹചര്യങ്ങളിലും പൂർണ്ണതോതിലുള്ള യുദ്ധ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ക്രാഫ്റ്റ് എന്നാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിച്ച ഫ്രഞ്ച് വംശജരായ പൈതൃക ഹെലികോപ്റ്ററായ ചേതക്കും ചീറ്റയും 3 ടണ്ണിൽ താഴെയുള്ള വിഭാഗത്തിൽ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ ഒറ്റ എഞ്ചിൻ യന്ത്രങ്ങൾ പ്രാഥമികമായി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളായിരുന്നു. ചീറ്റയുടെ സായുധ പതിപ്പായ ലാൻസറും ഇന്ത്യൻ സൈന്യം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ റഷ്യൻ വംശജരായ Mi-17ഉം അതിന്റെ വേരിയന്റുകളായ Mi-17-4, Mi-17-5 എന്നിവയും പ്രവർത്തിപ്പിക്കുന്നു. പരമാവധി ടേക്ക് ഓഫ് ഭാരമുള്ള 13 ടൺ. 2028 മുതൽ ഇത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. LCH-ന് ശത്രുവിന്റെ വ്യോമ പ്രതിരോധം നശിപ്പിക്കൽ, കലാപത്തിനെതിരായ യുദ്ധം, കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ, ആന്റി ടാങ്ക് കൗണ്ടർ സർഫസ് ഫോഴ്സ് ഓപ്പറേഷൻസ് തുടങ്ങിയ യുദ്ധ റോളുകളുടെ കഴിവുകൾ ഉണ്ട്. എന്തായാലും ഇന്ത്യ ശക്തമായ നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിലൂന്നി വലിയ ലക്ഷ്യങ്ങളാണ് ഇന്ത്യ കണക്കുകൂട്ടുന്നത്. പ്രചണ്ഡ് ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉയരമുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവുകളുടെ ഗണ്യമായ വർധനവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ഹെലികോപ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ വളരെയധികം മികവ് പുലർത്താനും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷിക്ക് സംഭാവന നൽകാനുമാണ്. എന്തായാലും ശത്രുവിനെ തുരത്തി ഓടിക്കുവാനായി ഇന്ത്യ ക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ്. അതിർത്തി മേഖലകളിലെ ശക്തമായ പ്രതിരോധ കവചം തീർക്കാൻ വമ്പൻ പരിഷ്കാരങ്ങൾ തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ സമയത്ത് കൃത്യമായ അനുപാതത്തിൽ ആയുധങ്ങൾ ആവനാഴിയിൽ നിറയ്ക്കുക, കൃത്യമായ പരിഷ്കരണങ്ങൾ നടത്തുക എന്നിവയൊക്കെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വളരെ കൃത്യമായി പാലിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ശത്രു എത്രത്തോളം ശക്തരാകുന്നോ അതിന്റെ 10 മടങ്ങ് ശക്തി ആർജിക്കുവാനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം പ്രതിരോധത്തിനും നമ്മളെ ആരെങ്കിലും ആക്രമിക്കുവാൻ എത്തിയാൽ അവർക്ക് കനത്ത തിരിച്ചടി കൊടുക്കുവാനുമാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ശക്തമായ നീക്കങ്ങളിലേക്കാണ് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫലം നമ്മുടെ രാജ്യത്തിന് ലഭിക്കുക തന്നെ ചെയ്യും.